ചേലക്കരയ്ക്ക് യഥാർത്ഥത്തിൽ 3 പതിറ്റാണ്ടിനടുത്ത് കാലം വികസന മുന്നേറ്റ രംഗത്ത് നഷ്ടമായി കഴിഞ്ഞു. അത് ചേലക്കരക്കാർക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് അവിടെ നിരന്തരം വിജയിച്ചു വരുന്നവരുടെ ഭൂരിപക്ഷം ഓരോ തെരഞ്ഞെടുപ്പുകളിലും കുറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നത്. 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ 16,000-നടുത്ത് വോട്ട് ഉപതെരഞ്ഞെടുപ്പിൽ കുറഞ്ഞെങ്കിൽ ചേലക്കരയുടെ മനസ്സ് മാറുന്നുണ്ട് എന്നതിന് ആ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിവാണ്. ആ മാറ്റത്തിന് വേഗം കൂട്ടാൻ UDFന് ചേലക്കരക്കാരനായ ഒരാൾ വേണമായിരുന്നു. ആ നാടിനെ, അവിടുത്തെ മനുഷ്യരെ തിരിച്ചറിയുന്ന ഒരാൾ. നമ്മുടെ ആ അന്വേഷണം അവസാനിക്കുന്നത് ശിവൻ വീട്ടിക്കുന്ന് എന്ന അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ചേലക്കരക്കാർക്ക് വളരെ അടുത്തറിയാവുന്ന, അവരുടെ കൺമുന്നിൽ വളർന്നു വന്ന ആ ചെറുപ്പക്കാരനിലേക്കാണ്. ശിവൻ വീട്ടിക്കുന്നിലൂടെ ചേലക്കര ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോലെ ഒരു തെരഞ്ഞെടുപ്പേ അല്ല ചേലക്കരയിൽ ഇത്തവണ നടക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് മാധ്യമങ്ങൾ പറയുന്നുവെങ്കിൽ അതിനർത്ഥം ചേലക്കര ജയിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. ചേലക്കരയെ നയിക്കാൻ അവർ പ്രിയപ്പെട്ട ശിവൻ വീട്ടിക്കുന്നിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്നാണ്. കേരളം ജയിക്കും, UDF നയിക്കും.